തീർച്ചയായിട്ടും ഇതില് ധാർമ്മികതയുടെ കാര്യം നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പൊരുത്തക്കേട് ഗംഭീരമായിട്ടുണ്ട്. അതേ സമയത്ത് നിയമപരമായിട്ട് സജി ചെറിയാൻ രാജിവെക്കണമെന്നില്ല. കാരണം കോടതി ഇപ്പോൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള കോടതി പോലും അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശമാണ് നടത്തിയതെന്നുള്ള കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിലവിലുള്ള അന്വേഷണം പൂർണ്ണമായിട്ടും കോടതി തള്ളിക്കളയുകയും ക്രൈം ബ്രാഞ്ചിന്റെ അന്വേഷണത്തിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നും ഗുരുതരമായിട്ടുള്ള നിലപാടുകളാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് അദ്ദേഹം രാജിവെക്കേണ്ട എങ്കിൽ പോലും ധാർമ്മികമായ രാജി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ കൂടുതൽ, കഴിഞ്ഞ തവണ ഈ അന്വേഷണം നടത്തുമ്പോഴേക്കും അതാരും പറയാതെ തന്നെ അദ്ദേഹം ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു. ആ ധാർമ്മികത ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം കോടതിയുടെ ഒരു പരാമർശം വളരെ പ്രധാനപ്പെട്ടതാണ്. സജി ചെറിയാനെതിരെ ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അത് ബാക്കിയുള്ള അന്വേഷണമൊക്കെ വീണ്ടും വരേണ്ടതാണ്. അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റാരോപണം വെറുതെ ഉള്ളതല്ല എന്ന് കോടതി അതിന് ആദ്യ ഘട്ടത്തിൽ തന്നെ നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ധാർമ്മികത വളരെ കൂടുന്നുണ്ട്. അപ്പൊ ധാർമ്മികത നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കുക തന്നെ വേണം. അദ്ദേഹം രാജിവെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഗവർണർ പറഞ്ഞ രാജിവെക്കേണ്ട മന്ത്രിയും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടത് സർക്കാരുമാണെന്ന് പറഞ്ഞതുപോലെ വേറെ ആർക്കും നിയമപരമായിട്ട് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരും BJP-കാരൊക്കെ ഒരു പക്ഷേ സമരം നടത്തിയേക്കാം. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നില്ല. നിയമപരമായിട്ട് സജി ചെറിയാൻ രാജിവെക്കാതിരിക്കുമെങ്കിൽ പോലും ജനങ്ങളുടെ മുന്നിൽ കോടതിയുടെ ഈ പരാമർശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ തരത്തിൽ ഇപ്പൊ നേരത്തെ ഉള്ള ഈ CPM നേതാക്കന്മാരിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് ആലപ്പുഴ സെക്രട്ടറിയുടെ ഒക്കെ ഒരു പരാമർശമുണ്ട്. ഇത് കോണാട്ടുകര ഭാഷയാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഈ പരാമർശം കൊണ്ട് കാര്യമില്ല. കാരണം അതൊരു പക്ഷേ കുന്തം കുടച്ചക്രം എന്നുള്ള കാര്യത്തിൽ വേണമെങ്കിൽ പറയാം. അത് ഒരു ഭാഷാ ശൈലിയാണ് എന്ന് പറയാം. അതൊരു പക്ഷേ സോഷ്യലിസത്തെ പറ്റിയോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കിനെ കുറിച്ചോ ഒന്നും പറയുന്നതല്ല, അത് ആലങ്കാരികമായി പറഞ്ഞു പോയതാണ് എന്ന് പറയാം. പക്ഷേ അങ്ങനെയല്ലല്ലോ. ലോകത്തിലെ ജനങ്ങളെ എന്താണ് വഞ്ചിക്കുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായുള്ള ഭരണഘടന എന്നാണ്. അതൊരു തെറ്റായ കാര്യമാണ്. കാരണം ബാക്കി ഇപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തതനുസരിച്ചിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ പോലും വേണമെങ്കിൽ നമ്മൾ അതിന് തെറ്റായിട്ടുള്ള കാര്യമല്ല, അതൊരു നിരീക്ഷണമാണെന്ന് പറയും. കാരണം ഇന്ത്യൻ ഭരണഘടന മറ്റെവിടെ നിന്നൊന്നും എടുക്കാതെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ലല്ലോ. അത് വളരെ അക്കാലത്ത് നിലവിലിരുന്ന എല്ലാ ഭരണഘടനകളെയും പഠിച്ച് അതിൽ നിന്ന് സ്വാംശീകരിക്കാവുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഈ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അത് തെറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശം അത് ഒരു മന്ത്രിയിൽ നിന്നല്ല, ഒരു ഇന്ത്യൻ പൗരനിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു ഭരണഘടനയാണെന്ന് പറയുമ്പോൾ അതിനോടുള്ള അങ്ങേയറ്റത്തെ അനാദരവാണ്. അതിൽ അപ്പോൾ മാത്രമല്ല ധാർമ്മികതയുള്ളത്, എക്കാലത്തും ധാർമ്മികതയുണ്ട്. നിയമപരമായിട്ടും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.